2026 ജൂലൈ മാസം പൂരം നക്ഷത്രക്കാർക്ക് വളരെയധികം സവിശേഷതകൾ നിറഞ്ഞതും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതുമായ ഒരു കാലഘട്ടമാണ്. ശുക്രനധിപനായ പൂരം നക്ഷത്രം സ്നേഹം, ആഡംബരം, കലാപരമായ കഴിവുകൾ, സാമൂഹിക പ്രതിബദ്ധത എന്നിവയുടെ പ്രതീകമാണ്. ഈ സ്വഭാവ സവിശേഷതകൾ 2026 ജൂലൈയിലെ ഫലങ്ങളിലും പ്രതിഫലിക്കും. ഈ മാസത്തെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ വിവിധ തലങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. 2026 ജൂലൈ മാസം പൂരം നക്ഷത്രക്കാർക്ക് ഒരു പുനർജന്മത്തിന്റെ പ്രതീതി നൽകുന്ന മാസമായിരിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി അനുഭവിച്ചിരുന്ന മാനസികമായ ഭാരങ്ങളും തടസ്സങ്ങളും നീങ്ങി കൂടുതൽ വ്യക്തതയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ആകർഷണ ശക്തി വർദ്ധിക്കുന്നതിനാൽ സാമൂഹികമായി വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഭാഗ്യത്തിന്റെ ആനുകൂല്യം പല കാര്യങ്ങളിലും പ്രകടമാകുന്ന മാസമാണിത്. പൂരം നക്ഷത്രക്കാരുടെ ഔദ്യോഗിക ജീവിതത്തിൽ 2026 ജൂലൈ ഒരു നിർണായക മാസമാണ്. ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിൽ ജോലിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കോ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ശമ്പളത്തോടും പദവിയോടും കൂടി പുതിയ അവസരങ്ങൾ വന്നുചേരും. പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഓഫീസിൽ അംഗീകരിക്കപ്പെടുകയും ടീമിനെ നയിക്കാനുള്ള പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി എത്തുകയും ചെയ്യും. പൂരം നക്ഷത്രക്കാർ പൊതുവെ കലകളിൽ താല്പര്യമുള്ളവരാണ്. സിനിമ, സംഗീതം, എഴുത്ത്, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സുവർണകാലമാണ്. നിങ്ങളുടെ കഴിവുകൾ ലോകശ്രദ്ധയിൽ വരികയും വലിയ പ്രോജക്റ്റുകളിൽ ഒപ്പിടാൻ സാധിക്കുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന കാലമാണിത്. പുതിയ പങ്കാളിത്തങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. വിപണിയിൽ നിങ്ങളുടെ ബ്രാൻഡിന് പുതിയ മൂല്യം ലഭിക്കും. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടുന്നത് ബിസിനസ് വിപുലീകരിക്കാൻ സഹായിക്കും. ജോലിസ്ഥലത്തെ രാഷ്ട്രീയങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. മറിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു മധ്യസ്ഥന്റെ റോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും. ഇത് സഹപ്രവർത്തകർക്കിടയിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കും. സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട ഒരു മാസമായിരിക്കും ഇത്. ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുഭവപ്പെടും. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശമ്പള വർധനവിന് പുറമെ പാർട്ട് ടൈം ജോലികളിൽ നിന്നോ അല്ലെങ്കിൽ മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ലഭിക്കാം. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. എന്നാൽ എടുത്തുചാട്ടം ഒഴിവാക്കി കൃത്യമായ പഠനത്തിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന കടങ്ങൾ വീട്ടാൻ ഈ മാസം സാധിക്കും. ബാങ്ക് ലോണുകൾ അനുവദിച്ചു കിട്ടാനും പഴയ സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാനോ വീട് നവീകരിക്കാനോ പണം ചെലവാകും. സ്വർണ്ണാഭരണങ്ങളോ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളോ വാങ്ങാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അനാവശ്യമായ ദൂർത്തൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിന്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത് വലിയ മാനസിക സന്തോഷവും പുണ്യവും നൽകും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന മാസമായിരിക്കും 2026 ജൂലൈ. പൂരം നക്ഷത്രക്കാരുടെ പ്രണയപൂർണമായ സ്വഭാവം ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും നീങ്ങും. പരസ്പരം കൂടുതൽ സമയം ചെലവഴിക്കാനും വിനോദയാത്രകൾ പോകാനും അവസരം ലഭിക്കും. പങ്കാളിയുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയും സ്നേഹവും ലഭിക്കുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ മാസം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. കുട്ടികളുടെ പഠനകാര്യത്തിലോ കരിയറിലോ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനത്തിന് കാരണമാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ അടുത്തു വരാനും കുടുംബസംഗമങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവരുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വിവാഹം ആലോചിക്കുന്ന പൂരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ മാസം സാധിക്കും. ഉറപ്പിക്കപ്പെട്ട വിവാഹങ്ങൾ മംഗളകരമായി നടക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം പങ്കിടാനും സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തികമായോ തൊഴിൽപരമായോ ഉള്ള സഹായങ്ങൾ ലഭിക്കാം. ശാരീരികമായും മാനസികമായും വളരെ ഊർജ്ജസ്വലരായിരിക്കുന്ന ഒരു മാസമാണിത്. എങ്കിലും ചെറിയ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. പൊതുവെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും. എങ്കിലും കണ്ണിനോ പല്ലിനോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ചികിത്സ തേടുക. പോഷകാഹാരങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പോസിറ്റീവ് ചിന്താഗതിയായിരിക്കും ഈ മാസത്തെ നിങ്ങളുടെ കരുത്ത്. ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കും. ജോലി തിരക്കിനിടയിലും ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാൻ മറക്കരുത്. യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുന്നത് മാനസിക സമാധാനം നിലനിർത്താൻ സഹായിക്കും. വൈകുന്നേരങ്ങളിലുള്ള നടത്തം നിങ്ങൾക്ക് നവോന്മേഷം നൽകും. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ആമാശയ സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുകയും ലഘുഭക്ഷണം ശീലമാക്കുകയും ചെയ്യുക. എല്ലാം അനുകൂലമാണെങ്കിലും ചില കാര്യങ്ങളിൽ പൂരം നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കണം. മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഈ മാസം ഒഴിവാക്കുക. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ രേഖകളില്ലാതെ പണം നൽകരുത്. സംസാരിക്കുമ്പോൾ അമിതമായ ആവേശം വേണ്ട. തമാശയായി പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാക്കിയേക്കാം.
ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാതെ നോക്കണം. കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അലസത കാണിക്കരുത്. സുവർണാവസരങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. രാത്രികാല യാത്രകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക. പണം വരുന്നുണ്ടെന്ന് കരുതി അനാവശ്യമായി ചെലവഴിക്കുന്നത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. സമ്പാദ്യശീലം നിലനിർത്തുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതുകൊണ്ട് മഹാലക്ഷ്മിയെയോ ദുർഗാദേവിയെയോ ആരാധിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ പോയി ബാക്കി സൂക്തം പുഷ്പാഞ്ജലി നടത്തുന്നത് ഐശ്വര്യം നൽകും. ദിവസവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും കുടുംബത്തിൽ ഐശ്വര്യവും നൽകും. വെള്ളിയാഴ്ചകളിൽ ദരിദ്രർക്കോ വയോജനങ്ങൾക്കോ പാൽ, പഞ്ചസാര അല്ലെങ്കിൽ വെളുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് ശുക്രദോഷങ്ങൾ മാറാൻ സഹായിക്കും. ശുക്രമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. വെള്ള, ക്രീം, ഇളനീല എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതൽ ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ മികച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഉപരിപഠനത്തിനായി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം ലഭിക്കാനും സാധ്യതയുണ്ട്. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥയാത്രകൾ നടത്താനോ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും. ഇത് നിങ്ങൾക്ക് വലിയ ആന്തരിക ശക്തി നൽകും. സമൂഹത്തിൽ നിങ്ങളുടെ നില മെച്ചപ്പെടും. പുതിയ സംഘടനകളിൽ അംഗമാകാനോ നേതൃസ്ഥാനം ഏറ്റെടുക്കാനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം വില കൽപ്പിക്കും. തറവാട് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒത്തുതീർപ്പിലാകും. പുതിയ സ്ഥലം വാങ്ങാനോ വീട് പണി തുടങ്ങാനോ അനുകൂലമായ ഗ്രഹസ്ഥിതിയാണ് ഈ മാസമുള്ളത്. 2026 ജൂലൈ മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടം ഒരു മാസം എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിന്റെ വരാനിരിക്കുന്ന വലിയ വിജയങ്ങളിലേക്കുള്ള കൃത്യമായ ഒരു ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കാം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായുള്ള ആത്മവിശ്വാസവും തളരാത്ത മനസ്സിനും പ്രപഞ്ചം നൽകുന്ന അംഗീകാരമായി ഈ മാസത്തെ കാണാവുന്നതാണ്. ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വരുന്ന ഗുണപരമായ മാറ്റങ്ങളാണ്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കും അസ്ഥിരതയ്ക്കും ഇവിടെ വിരാമമാകുന്നു. കരിയറിലായാലും കുടുംബത്തിലായാലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉൾപ്രേരണ നിങ്ങളിൽ വർദ്ധിക്കും. പ്രായോഗിക ബുദ്ധിയും സർഗാത്മകതയും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ സമയം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അവ നടപ്പിലാക്കാനും ഏറ്റവും അനുയോജ്യമാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾ നടത്തുന്ന ഓരോ ഇടപെടലും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളായി മാറും. സഹപ്രവർത്തകർക്കിടയിൽ ഒരു വഴികാട്ടിയാകാനും തർക്കങ്ങളിൽ നീതിപൂർവമായ മധ്യസ്ഥത വഹിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നത് വലിയൊരു നേട്ടമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 ജൂലൈ നിങ്ങൾക്ക് ഒരു സുരക്ഷിത ബോധം സമ്മാനിക്കുന്നു. പണം കൈവശം വന്നു ചേരുന്നതിനേക്കാൾ ഉപരിയായി അതെങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ വ്യക്തത ലഭിക്കും. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതോടെ സാമ്പത്തികമായ അച്ചടക്കം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. വരും കാലങ്ങളിലെ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ നിങ്ങൾ കാട്ടുന്ന പക്വത പിൽക്കാലത്ത് വലിയ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ബന്ധങ്ങളിലെ ഇഴയടുപ്പം വർദ്ധിക്കുന്നതായി കാണാം. തിരക്കുകൾക്കിടയിലും പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കും. പങ്കാളിയുമായുള്ള ആശയവിനിമയം കൂടുതൽ സുതാര്യമാകുന്നതോടെ പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും അത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള ഐശ്വര്യത്തിന് കാരണമാവുകയും ചെയ്യും. മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പുലർത്തുന്ന കരുതൽ അവർക്ക് വലിയ മാനസിക സന്തോഷം നൽകും. ബന്ധുജനങ്ങളുമായുള്ള ചെറിയ തർക്കങ്ങൾ പോലും പറഞ്ഞു തീർക്കാനും സ്നേഹത്തിന്റെ പുതിയൊരു തലം കണ്ടെത്താനും ഈ മാസം സഹായമാകും. ആരോഗ്യപരമായി നോക്കിയാൽ ശാരീരിക ഊർജത്തെക്കാൾ ഉപരിയായി മാനസിക കരുത്താണ് ഈ മാസം നിങ്ങളുടെ കൈമുതൽ. മനസ്സ് സന്തോഷമായിരിക്കുമ്പോൾ ശരീരം തനിയെ ഊർജ്ജസ്വലമാകുമെന്ന തത്വം പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുഭവവേദ്യമാകും. നെഗറ്റീവ് ചിന്തകളെ പടിക്ക് പുറത്തു നിർത്താനും ചുറ്റുമുള്ളവർക്ക് പോസിറ്റീവ് എനർജി പകരാനും നിങ്ങൾക്ക് സാധിക്കും. ഈ മാനസികാവസ്ഥ നിലനിർത്താൻ ദിവസവും കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ വേണ്ടി മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം പൂരം നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും പാത തുറന്നു നൽകുന്നു. ഭാഗ്യം നിങ്ങളെ തേടി വരുമ്പോൾ അതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക. എന്നാൽ ഭാഗ്യത്തെക്കാൾ ഉപരിയായി നിങ്ങളുടെ കഠിനാധ്വാനത്തിലും സത്യസന്ധതയിലും വിശ്വസിക്കുക. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് വലിയ പുണ്യം നേടിത്തരും. അഹങ്കാരം ഒട്ടും കലരാത്ത ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ മാസത്തെ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിരമായ ഭാഗമായി മാറും. വരാനിരിക്കുന്ന നാളുകൾ ഇതിലും തിളക്കമുള്ളതാക്കാൻ ഈ മാസം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു ലക്ഷ്യബോധം ഉണ്ടാവട്ടെ. എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ഉന്നതിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഈ മാസത്തെ വരവേൽക്കുക. ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു കാലഘട്ടം നിങ്ങൾക്ക് മുന്നിലുണ്ട്.